എറണാകുളം അങ്കമാലിയിൽ വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. അങ്കമാലി പറക്കുളം സ്വദേശി ബിനീഷ്, ഭാര്യ അനു, മക്കളായ ജോവാന, ജസ്വിൻ എന്നിവരാണ് മരിച്ചത്. 2ാം നിലയിലെ കിടപ്പുമുറിയിലാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടല്ല മരണകാരണമെന്നാണ് നിഗമനം. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഈ റൂമിൽ നിറച്ച് ഫയറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ആദ്യം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുവിധം ഇതായി കഴിഞ്ഞപ്പോൾ നമ്മളകത്തേക്കൂടെ കയറി നോക്കിയപ്പോൾ കോണിയുടെ ലാൻഡിങ് ഏരിയയിലും ഹാളിലും റൂമിലൊക്കെ ഫയറായിരുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ കെടുത്തിയിട്ടാണ് റൂമിലേക്ക് കിടന്നത്. റൂമിൻ്റെ ഡോറൊക്കെ കത്തി ഓൾറെഡി നശിച്ചിരുന്നു. നല്ല ഫയർ, സ്പ്രിങ്ങിൻ്റെ മാട്രസ് ആയിരുന്നു, നല്ല തിക്നെസ് ഉള്ളത്. അതിങ്ങനെ കത്തി ഭയങ്കരമായിട്ട് തീയും പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കെടുത്തി കഴിഞ്ഞപ്പോഴാണ് ബോഡി കണ്ടത്. രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു ദാരുണമായ സംഭവമുണ്ടായത്. അങ്കമാലി പറക്കുളത്തടുത്തുള്ള ബിനീഷിന്റെ വീട്ടിലാണ് ഇത്രയും 4 പേരെ രാവിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 5 മണിയോടുകൂടി പത്രക്കാരൻ ഏലിയാസ് അദ്ദേഹം പത്രമിട്ട് ഈ പോകുന്ന വഴിയിലാണ് ഈ വീട് കാണുകയും ഈ വീട്ടിലേക്ക് തീ പടരുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ സമീപത്ത് അവരുടെ അമ്മ, ബിനീഷിന്റെ അമ്മ നിലവിളിക്കുന്നതും ഇയാൾ ശ്രദ്ധിച്ചു. ഉടൻ തന്നെ വന്നു. ആ സമയത്ത് തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും വലിയ രീതിയിൽ ആളി പടരുന്ന രീതിയിലായിരുന്നു തീ കണ്ടെത്തിയത്. ആ സമയത്ത് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും ഫയർഫോഴ്സ് ഫോൺ എടുത്തിരുന്നില്ല. പിന്നീട് ഇവിടുന്ന് ആള് പോയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് വീട്ടിലേക്ക് എത്തിയത്. 6 മണിയോട് അടുപ്പിച്ച് തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ചെയ്തു. ആ സമയത്ത് തന്നെ നാട്ടുകാരെല്ലാവരും കൂടി തീ പൂർണ്ണമായും അണച്ചിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി തീയും പുകയും ബാക്കിയും അണച്ച ശേഷം വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ കതക് കുറ്റിയിട്ട നിലയിലായിരുന്നു. പിന്നീട് ഇവർ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് മുറിക്കുള്ളിൽ ബെഡ്റൂമിൽ പലയിടങ്ങളിലായി ബിനീഷിനെയും ഭാര്യയെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി. ആ ഒരു ഞെട്ടലാണ് ഇപ്പോൾ നാടാകെ എത്തിയിരിക്കുന്നത്. വളരെ അടുത്തുള്ളവരൊക്കെ ആയിട്ട് വളരെ സൌഹൃദപരമായി സ്നേഹത്തോടെ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ബിനീഷും ഭാര്യയും മക്കളുമൊക്കെ. ബിനീഷിന്റെ അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു. 2 നില വീടാണ്. അപ്പോൾ വീടിന്റെ താഴെ നിലയിലാണ് അമ്മ താമസിക്കുന്നത്. മുകളിൽ തന്നെയാണ് ബിനീഷും ഭാര്യയും മക്കളും. മുകളിലത്തെ മുറിയിലായിരുന്നു ഇവർ 4 പേരും കിടന്നുറങ്ങിയത്. ബിനീഷ് ജാതിക്ക വ്യാപാരിയാണ്. ഇവിടെ അടുത്ത് തന്നെ അങ്കമാലിയിൽ തന്നെ ബിസിനസ് നടത്തുന്ന വ്യക്തി കൂടിയാണ്. ഭാര്യ അനു MA GJ ഹോസ്പിറ്റൽ, മൂക്കന്നൂരിലുള്ള ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ടീച്ചറാണ്. 2 മക്കൾ. മൂത്തത് പെൺകുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ ആൺകുട്ടി ഇപ്പോൾ LKGയിലേക്ക് പ്രവേശനം നേടിയതേ ഉള്ളൂ. അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടി ജീവിച്ച ഒരു കുടുംബമാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു സംശയം, അതായത് തുടക്കത്തിൽ ഈ കുടുംബം ഒരു സംശയം, നാട്ടുകാരൊരു സംശയം ഉണ്ടായിരുന്നത് ഈ ജാതിക്ക ഫാക്ടറി ഇതിനടുത്ത് തന്നെയുണ്ട്, അതിന്റെ അവിടെ നിന്നുണ്ടായ തീപിടുത്തമാണോ എന്നുള്ളൊരു സംശയം തുടക്കത്തിൽ കുടുംബം, ഈ നാട്ടുകാരും കുടുംബവും ഒക്കെ ഉന്നയിച്ചിരുന്നു. അതിന് കാരണം ഒരു 3 വർഷം മുമ്പ് സമാനമായ രീതിയിൽ ഈ ഫാക്ടറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംശയത്തിലേക്ക് ഇവിടെ എത്തിയത്. പക്ഷേ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ മരണകാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോലീസും ഫോറൻസിക് വിദഗ്ധരുമൊക്കെ ഇവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ച് വരും മണിക്കൂറിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയും. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സ്ഥലം MLA റോജി M ജോണും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റൂറൽ SP വൈഭവ് സക്സേന അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് പിരിഞ്ഞത്. എന്തായാലും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാകുക. ഇവിടെ അടുത്തുള്ള പള്ളി സെമിത്തേരിയിൽ തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. എന്തായാലും വല്ലാത്തൊരു ഞെട്ടലിലാണ് കുടുംബവും നാട്ടുകാരും ബന്ധുക്കളും
എല്ലാവരും സുഹൃത്തുക്കൾ, ബിനീഷിന്റെയും ഭാര്യയുടെയും സുഹൃത്തുക്കളടക്കം ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വെന്ത് മരിച്ച നിലയിലായിരുന്നു. ഈ വീടിന്റെ മുകൾ ഭാഗത്ത് ഇവരുടെ കിടപ്പുമുറി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. എല്ലാ സാധനങ്ങളുമൊക്കെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ അമ്മയെ, ബിനീഷിന്റെ അമ്മയെ അടുത്തുള്ള സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കളുമെല്ലാം അവിടെയാണ് ഇപ്പോൾ. എന്തായാലും പോലീസും ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ അവസാനവട്ട പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ എത്തിയപ്പോഴും. എന്തായാലും എന്താണ് കൃത്യമായിട്ടുള്ള മരണകാരണം എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം, ഈ ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണം എന്ന് മാത്രം പോലീസും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, ഉറച്ച് പറയുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വയനാട്ടിൽ റാഗിങ്ങിന്റെ പേരിൽ വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റു. സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് പരിക്കേറ്റത്. കത്രിക കൊണ്ടുള്ള ആക്രമണത്തിൽ മുഖത്തും നെഞ്ചിലും തലയ്ക്കും പരിക്കേറ്റ വിദ്യാർത്ഥിയെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 9, 10 ക്ലാസുകളിലെ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. വയനാട് അമ്പലവയൽ സ്വദേശികളായ ബിനേഷ് കുമാർ, സ്മിത ദമ്പതികളുടെ മകൻ ശബരിനാഥാണ് സ്കൂളിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. നേരത്തെ മറ്റൊരു സ്കൂളിൽ പഠിച്ചിരുന്ന ശബരിനാഥ് ഈ അധ്യയന വർഷം മുതലാണ് മൂലങ്കാവ് സർക്കാർ സ്കൂളിലേക്ക് മാറിയത്. സ്കൂളിൽ 3 ദിവസത്തെ പരിചയം മാത്രമുള്ള വിദ്യാർത്ഥിയെ പരിചയപ്പെടാനെന്ന പേരിൽ വിളിച്ചിറക്കി കൊണ്ടുപോയവർ കത്രിക ഉപയോഗിച്ചുവരെ ആക്രമിക്കുകയായിരുന്നു. മൂക്കിന് ഫ്രാക്ചർ വീണിട്ടുണ്ട്, ചെവിക്ക് ഇനി അത് എടുത്ത് എനിക്ക് വന്നിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. അത് നോക്കിയതിന് ശേഷമേ ചെവിൻ്റെ വല്ല എന്താണെന്നുള്ളത് അറിയുള്ളൂ. കേൾക്കുമെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടി അങ്ങനെ ഇതുവരെ ഒരു ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഞങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര വേദനയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് തീരെ സഹിക്കാൻ പറ്റില്ല. ഇനി എൻ്റെ മോന് പറ്റിയത് പറ്റി. ഇനിയുള്ള ഒരു കുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു സംഭവം, സ്കൂളിലല്ല പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാൻ ശ്രമമുണ്ടായതായും കുടുംബം ആരോപിക്കുന്നു. മോൻ്റെ അടുത്ത് വന്നു, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകണം എന്നുള്ള ഭയങ്കര ഫയറിംഗ് ആയിരുന്നു അവിടെ നിന്നുണ്ടായത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകില്ല, ഞങ്ങൾക്കത് സാധിക്കില്ല, കാരണം കുട്ടീൻ്റെ അവസ്ഥ വളരെ മോശമാണ്, അതുകൊണ്ട് മോനെ ഇവിടെ കിടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ കിടത്താൻ പറ്റില്ല, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അത് മേലെന്ന് നല്ല പിടിപാട് ഡോക്ടർക്ക് വന്നത് കാരണമാണ് ഡോക്ടർ അത്രയും ഫയർ ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കി. പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ സുൽത്താൻ ബത്തേരി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ഇന്ന് വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 5 വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും കുറ്റക്കാരെ ഒരു നിലയ്ക്കും സംരക്ഷിക്കില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 വയനാട്. പാലാരിവട്ടത്ത് വഴിയാത്രക്കാരിയുടെ കാൽ ഓടയ്ക്കുള്ളിൽ കുടുങ്ങി. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് അപകടത്തിന് കാരണമായത്. തകർന്നു കിടക്കുന്ന സ്ലാബുകൾ തിങ്കളാഴ്ചയോടെ നന്നാക്കുമെന്ന് കൗൺസിലർ ജോജി കുരിക്കോട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് വടകര പാലയാട് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. വിഷ്ണു മുതുവീട്ടിലിന്റെ വീടിന് നേരെ ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു ആക്രമണമുണ്ടായത്. വീടിന്റെ ചുമരിനും വാതിലിനും കേടുപാടുകൾ സംഭവിച്ചു. 12 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായത്. പാലയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വിഷ്ണു മുതുവീട്ടിൻ്റെ വീട്ടിൽ നേർക്കാണ് ഉഗ്രസ്ഫോടനമുള്ള ഈ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 1 വയസ്സുള്ള കുഞ്ഞിനും ആ റൂമിൽ തൊട്ടടുത്തുണ്ടായിരുന്നു. തികച്ചും സമാധാനപരമായി പോകുന്ന ഒരു പ്രദേശമാണ് ഈ കരുവഞ്ചേരി പാലയാട് മണ്ഡലം പ്രദേശങ്ങളിൽ. ഈ ഒരു പ്രദേശത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എൻ്റെ വിജയാഹ്ലാദ ബന്ധപ്പെട്ടോ ഒരു പ്രശ്നങ്ങളോ പ്രകോപനങ്ങളോ ഉണ്ടാകാത്തൊരു പ്രദേശത്ത് എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായതെന്ന് കൃത്യമായി പോലീസ് അന്വേഷിക്കേണ്ടതാണ്. പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടകരയിൽ നടന്നൊരു പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ചു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അനിയൻ വൈശാഖിനെതിരെയും തികച്ചും ഭീഷണിപരമായ കോളുകൾ CPMൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് കൂടി പോലീസ് അന്വേഷിക്കണം.
പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കൃത്യമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. പ്രതികളെ കൃത്യമായി പുറത്തു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടി പോലീസ് എടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റ്യാടി അസംബ്ലി കമ്മിറ്റി ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. പുലർച്ചെ കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് ലഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷവും സമാന സാഹചര്യം തുടരുകയാണ്. തിരുവനന്തപുരം നഗരൂർ കോയിക്കമൂലയിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് 2 പേർക്ക് പരിക്കേറ്റു. കോയിക്കമൂല സ്വദേശികളായ അമ്മയ്ക്കും മകനുമാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് മേൽക്കൂര തകർന്നു വീണത്. ഉറങ്ങിക്കിടക്കുന്നവരുടെ മുകളിലേക്കാണ് ഈ മേൽക്കൂര തകർന്നു വീണത്. ഇവരെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിലാണ് അമ്മ കിടന്നു പറയുന്നത്. ഞാൻ കേറില്ല. കനത്ത മഴയെ തുടർന്ന് കണിയാപുരം മുരുക്കുംപുഴ വരിക്കമുക്കിൽ റോഡിൽ വെള്ളക്കെട്ട്. വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഇന്നുണ്ടായത്. കണിയാപുരത്ത് നിന്നും മുരുക്കുംപുഴയിലേക്കും ചിറയൻകീഴിലേക്കും പോകുന്ന പ്രധാന റോഡിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇനിയൊരു ഇടവേളയാണ്. വന്നിട്ടുണ്ട്. എത്ര മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും, ആരൊക്കെ പങ്കെടുക്കും, ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ആയിട്ടുണ്ടോ? ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ടോ? അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സർക്കാർ അക്കാര്യത്തിൽ ഔദ്യോഗികമായി അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ചടങ്ങുകൾക്കായി മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന് പുറമെ മറ്റു വാർത്തകൾ നോക്കാം. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാകുമ്പോഴും പാലക്കാട് ഓങ്ങല്ലൂരിൽ വൻതോതിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകിടക്കുകയാണ്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാതെ പാതയോരങ്ങളിൽ കൂട്ടിയിടുന്നതാണ് ദുരിതത്തിന് കാരണമാകുന്നത്. പാലക്കാട് ഓങ്ങല്ലൂരിൽ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കി ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ട MCMഫുകളുടെ അവസ്ഥയാണിത്. കൃത്യമായി നിക്ഷേപിക്കാത്തതുകൊണ്ട് മാലിന്യങ്ങൾ MCMഫുകൾക്ക് പുറത്തും പാതയോരത്തുമായി കുന്നുകൂടി കിടക്കുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാൻ ചേർന്ന യോഗത്തിൽ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശവും നൽകിയിരുന്നു. ബോധവൽക്കരണം നൽകുന്നതിനൊപ്പം കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി മാത്രം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ഭാഗമായി നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മിനി MCFകൾ കാര്യക്ഷമതമായി പ്രവർത്തിക്കുന്നില്ല. മുൻകാലങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്തിരുന്നു MCFൽ നിന്ന്. അതിന്റെ കരാറുകാർ നിസ്സംഗത കാണിക്കുന്നത് മൂലം പല വീട്ടിലെ വേസ്റ്റുകളും ഇതിൽ ഉൾപ്പെടാത്ത പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റുള്ള കോഴി വേസ്റ്റ് എന്നിവ പോലും സാമൂഹ്യ വിരുദ്ധർ ഇതിന്റെ മറവിൽ മിനി MCFൽ കൊണ്ട് സ്ഥാപിക്കുകയും അതിന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ബോർഡ് മീറ്റിങ്ങിലും മറ്റും എല്ലാ മെമ്പർമാരും പരമാവധി മെമ്പർമാർ ആ ആവശ്യം ഉന്നയിക്കുകയും ഞാനുൾപ്പെടെ ആവശ്യം ഉന്നയിക്കുകയും അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പോൾ മഴക്കാലം ആയതോട് കൂടിയിട്ട് മഴ പെയ്യുമ്പോൾ ഇതിൽ മറ്റുള്ള വേസ്റ്റുകളൊക്കെ സ്ഥാപിക്കുകയാണ്. അതെല്ലാം റോഡിലേക്കും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പാടത്തിലും വെള്ളത്തിലേക്കും ഒക്കെ കലർന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് ഈ നമ്മുടെ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം ജങ്കിപ്പനി എല്ലാം പടരുന്ന സാഹചര്യത്തിൽ ഇത്തരം വേസ്റ്റുകൾ ശുദ്ധജലത്തിൽ കലരുന്നത് മൂലം ആരോഗ്യപ്രദമായ പല കാരണങ്ങൾക്കും അത് ജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടുന്ന നടപടികൾ ഭരണസമിതി പെട്ടെന്ന് എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മഴയിൽ മാലിന്യം ഒഴുകി ജലസ്രോതസ്സുകളിൽ എത്തുന്നതിനാൽ പകർച്ചവ്യാധി ആശങ്കയിലാണ് ഓങ്ങല്ലൂർ നിവാസികൾ. ഒരു 10 ദിവസം മുമ്പ് ഞാൻ നമ്മുടെ വാർഡ് മെമ്പറെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. മഞ്ഞളിങ്ങൽ നമ്മളെ പാടം ആ കയറുന്ന ഭാഗത്ത് ഹരിതകർമ്മസേനയുടെ ഉറകളും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ സ്ഥലത്ത്
പൂച്ച ചത്തു കിടക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ അപ്പോളിസ്റ്ററി വർക്കിൻ്റെ വേസ്റ്റുകൾ, ഇപ്പോൾ അത് സാമൂഹ്യ വിരുദ്ധരുടെ ഓരോ മദ്യക്കുപ്പികൾ പോലെയുള്ള എല്ലാ അവശിഷ്ടങ്ങളും നിക്ഷേപിക്കുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. പഞ്ചായത്തിലുടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും DMO ഉൾപ്പെടെ നമ്മളെ സ്ക്രാപ്പിൻ്റെ ആളുകളെ വിളിച്ച് വലിയ ഒരു മീറ്റിങ്ങൊക്കെ നടത്തുകയുണ്ടായി. പക്ഷേ തീരുമാനങ്ങൾ കടലാസിൽ ഒതുങ്ങുക എന്നല്ലാതെ യാതൊരു വിധ നടപ്പിലാക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ശക്തമായി ഞങ്ങൾ ഈ തീരുമാനത്തിനോട്, ഈ വാർത്ത കേട്ട് അധികൃതർ തീരുമാനത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓങ്ങല്ലൂരിന്റെ വിവിധ ഇടങ്ങളിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് മാലിന്യം ഇത്തരത്തിൽ അലക്ഷ്യമായി കൂട്ടിയിടുന്നത്. മാലിന്യ സംസ്കരണത്തിലെ പഞ്ചായത്തിന്റെ അലംഭാവത്തിനെതിരെ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഓങ്ങല്ലൂർ. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും ചില്ലിക്കൊമ്പനിറങ്ങി. സീതാർകുണ്ട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപമാണ് കാട്ടാന ഇറങ്ങിയത്. ഇന്നലെ രാത്രി 7 മണിക്ക് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന രാവിലെ 6 മണിവരെ നിലയുറപ്പിച്ചു. മാസങ്ങളായി ചില്ലിക്കൊമ്പൻ ജനവാസ മേഖലയിൽ എത്താറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീഴാൻ പോയ യാത്രക്കാരനെ മിന്നൽ വേഗത്തിൽ ഒറ്റക്കൈ കൊണ്ട് പിടിച്ചു കയറ്റുന്ന കണ്ടക്ടർക്ക് അഭിനന്ദന പ്രവാഹം. സംയോജിതമായ ഇടപെടലിൽ ജീവൻ രക്ഷപ്പെടുത്തിയ കണ്ടക്ടർ വിജിത് ലാലിനെ എൻഫോഴ്സ്മെന്റ് RTO പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ചവറ, അടൂർ, പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലുണ്ടായ സംഭവം സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചതോടെ കണ്ടക്ടർ വിജിത് ലാൽ താരമായി മാറിയിരിക്കുകയാണ്. ബസിന്റെ പിന്നിലെ ഡോറിനരികിൽ നിന്ന യാത്രക്കാരനെയാണ് കണ്ടക്ടർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത്. യാത്രക്കിടെ നിയന്ത്രണം വിട്ട് വീണ് വാതിലിന്റെ ലോക്ക് തുറന്ന് പുറത്തേക്ക് വീഴാൻ പോയ യാത്രക്കാരനെ കണ്ടക്ടർ രക്ഷിക്കുകയാണ്. വീഡിയോ വൈറലായതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കണ്ടക്ടർ വിജിത് ലാലിനെ അഭിനന്ദിച്ചു. അങ്ങനെ റിയാക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയത്, ആ ശരീരത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയത്. ഈ യാത്രക്കാർ അങ്ങോട്ട് പറഞ്ഞിരുന്ന ഈ കക്ഷിയുടെ ബാക്ക് വശം തന്നെ ഡോറിൻ്റെ ഡോർ ഓപ്പൺ ആയി. അപ്പോഴത്തേക്കും ഞാൻ കൈ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കൈ ചെന്നു കക്ഷിയുടെ റൈറ്റ് ഹാൻഡ് എനിക്ക് കൈ കിട്ടുന്നു. ആ കൈ പിടിച്ച് ഞാൻ കയറ്റുന്നു. ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന യുവതിക്ക് ജീവിതത്തിലേക്ക് മടങ്ങാൻ സമൂഹത്തിന്റെ സഹായം വേണം. എറണാകുളം വാഴക്കുളം സ്വദേശിനി ഡിൻസിയാണ് മജ്ജവാറ്റികൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നത്. ഭർത്താവിന്റെ മരണത്തോടെ ഒറ്റപ്പെട്ട ഡിൻസിക്കും ഏക മകനും മുന്നിൽ നല്ല മനസ്സുകളുടെ സഹായം മാത്രമാണ് പ്രതീക്ഷ. 12 വർഷം മുൻപ് ഭർത്താവ് അപകടത്തിൽ മരിച്ചതോടെ ഡിൻസിയും മകനും ഒറ്റയ്ക്കായി. പിന്നാലെ ഡിൻസിക്ക് ഗുരുതര രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ കുടുംബത്തിന്റെ സ്ഥിതി ബുദ്ധിമുട്ടിലായി. അടിയന്തരമായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. ഇതിനായി കണ്ടെത്തേണ്ടത് 40 ലക്ഷം രൂപ. ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് നാട്ടുകാരും. ഇതിനായി വാഴക്കുളം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 20 അംഗ കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സയ്ക്കുള്ള പണം സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 40 ലക്ഷം രൂപയോളം മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചെലവാകും എന്നുള്ളതാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും നമുക്ക് ഡോക്ടർ നൽകിയിട്ടുള്ള വിവരം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം തങ്ങളാൽ കഴിയുന്ന സഹായം ഈ ഡിൻസി മനോജിന് നൽകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഭർത്താവ് മരണപ്പെട്ട് ഒരാൺകുട്ടി മാത്രമാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടി മാത്രമാണ് ഡിൻസിക്കുള്ളത്. ഡിൻസി മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ ആശുപത്രി ചെലവ് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വദേശത്തും വിദേശത്തും ഉള്ള എല്ലാ അഭ്യുതകാംക്ഷികളുടെയും എല്ലാ നല്ലവരായ ആളുകളുടെയും സഹകരണം ഈ കാര്യത്തിൽ ഈ വാഴക്കുളത്തെ കൂട്ടായ്മ ഞങ്ങൾ ഒരുമിച്ച് ഒരു നാട് ഡിൻസിക്ക് വേണ്ടിയിട്ട് ഒരുമിക്കുകയാണ്. CMC സിസ്റ്റർ സൗജന്യമായി നൽകിയ സ്ഥലത്ത് വാഴക്കുളം PO ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ വീട്ടിൽ അടുത്തിടെയാണ് താമസം തുടങ്ങിയത്. ഏകമകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിധവയായ ഒരു സ്ത്രീയാണ് ഡിൻസി. മജ്ജമാറ്റൽ ശസ്ത്രക്രിയയിലൂടെ ഒരു ജീവൻ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിലേക്ക് സാധിക്കുന്ന എല്ലാവരും കഴിയുന്ന പോലെയുള്ള സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ പ്രാർത്ഥനാ സഹായവും ഒക്കെ നൽകിക്കൊണ്ട്
ആ സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതിനെ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പണം സ്വരൂപിക്കാൻ വാഴക്കുളം ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഡിൻസി മനോജിന്റെയും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ സിജു സെബാസ്റ്റ്യന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഹീറ്റ് എഞ്ചിൻ സ്ലാബിൽ നിന്ന് വെള്ളിമൂങ്ങയെ പിടികൂടി. വനംവകുപ്പ് റെസ്ക്യൂവർ സെബി തോമസാണ് വെള്ളിമൂങ്ങയെ പിടികൂടിയത്. മൂങ്ങയെ കോതമംഗലം വനംവകുപ്പ് കാര്യാലയത്തിലേക്ക് കൊണ്ടുപോയി വിശദമായി പരിശോധന നടത്തി പരിക്കുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ ഉൾവനത്തിൽ വെള്ളിമൂങ്ങയെ തുറന്നുവിട്ടു. മലപ്പുറം ആഠ്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലകപ്പെട്ട 12 അടി നീളമുള്ള രാജവെമ്പാലയെ RRT സംഘം പിടികൂടി. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൌസിലേക്ക് ഡാമിൽ നിന്നും തുരങ്കം വഴി വെള്ളം കൊണ്ടുപോകുന്ന തുരങ്കത്തിന്റെ ഉള്ളിലുള്ള വെള്ളത്തിലാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് സ്നേക് മാസ്റ്റർ എന്നറിയപ്പെടുന്ന CT അബ്ദുൽ ഹസീസ് സാഹസികമായി പാമ്പിനെ രക്ഷിച്ചു. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 5470 രൂപ, പവന് 43,760 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതോടെ സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. രാഷ്ട്രതലവന്മാർ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ്, ഒപ്പം തന്നെ മാൽദീവ്സ് എന്നിവ തുടങ്ങിയ രാജ്യങ്ങളിലെ തലവന്മാർ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സമീപകാലത്ത് മൗറീഷ്യസുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. പ്രത്യേകിച്ച് മൗറീഷ്യസ് ചില നിലപാടുകൾക്കെതിരെ വലിയ കടുത്ത വിമർശനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മൗറീഷ്യസ് പ്രധാനമന്ത്രിയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനമുള്ളത്. നാളെ വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഡൽഹിയിൽ സംഭവിക്കുന്നുണ്ടല്ലോ ER രാഗേഷ്, അത് കോൺഗ്രസിലാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്ന ആവശ്യം പ്രവർത്തക സമിതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ PCCകളും ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ പോരാടണമെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ തന്നെ വേണം എന്നാണല്ലോ ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ